ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലിനോവ ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ലിനോവൻ്റെ ലാപ്ടോപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്, പിന്നെ ബോട്ടം സൈഡ്, അതേമാതിരി തന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡ്, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ലാപ്ടോപ്പ് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ലാപ്ടോപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേരിനെ ഓരോ സൈഡിനെയും ഓരോ പേരായിട്ടാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ സർവീസിൻ്റെ ഒക്കെ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഗെയ്സ് ഒക്കെ എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിനോട് പറഞ്ഞിട്ട് എങ്ങനെ വെച്ചാൽ ഡീലറോട് പറഞ്ഞിട്ട് നമുക്ക് പാർട്ട് ഏത് എന്നുള്ളൊരു ഡയലോഗ് നമ്മൾ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഈ LCD ബാക്ക് സൈഡ് നമുക്ക് എ പാർട്ട് എന്നാണ് വിളിക്കുക. എ പാർട്ട് എന്നാണ് വിളിക്കുക. ഇതിന് നേരെ ഇതിന്റെ അപ്പുറത്തുള്ള അഥവാ LCD ഫ്രെയിമുമായിട്ട് ഈ പാർട്ട് നമുക്ക് ബി പാർട്ട് എന്നാണ് വിളിക്കുക. പിന്നെ ഈ ഒരു ഭാഗത്തെ ഈ കീബോർഡ് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് സി പാർട്ട് എന്നാണ് വിളിക്കുക. പിന്നെ ഇതിന്റെ ബോട്ടൺ സൈഡ് നമ്മൾ വിളിക്കുന്നത് ഡി പാർട്ട് എന്നാണ് വിളിക്കുക. അപ്പൊ എ പാർട്ട്, ബി പാർട്ട് ഇതിന്റെ ഫ്രെയിം, LCD വെക്കുന്ന ഫ്രെയിം, ഇത് സി പാർട്ട് കീബോർഡ് വെക്കുന്നത്, ഇതിന് നമുക്ക് പറയുന്നത് ഡി പാർട്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ടോപ്പ് സൈഡ് എന്ന് വിളിക്കാറുണ്ട്. അതേമാതിരി ഇതിന്റെ താഴെ അടിഭാഗത്ത് നമുക്ക് ബോട്ടം എന്നും വിളിക്കാറുണ്ട്. കോമൺലി നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് ഇത് എ പാർട്ടാണ്, ബി പാർട്ടാണ്, സി പാർട്ടാണ്, ഡി പാർട്ടാണ്. അപ്പൊ കംപ്ലൈന്റ് ഏത് ഗെയ്സ് ആണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് ഈ ടൈപ്പിലാണെങ്കിൽ സി പാർട്ട് ആണെങ്കിൽ സി പാർട്ട്, ഡി പാർട്ടാണെങ്കിൽ ഡി പാർട്ട്. ഇഞ്ചസ് ഒക്കെ കംപ്ലൈന്റ് ആവുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് വരാറ് എങ്ങനെയെന്നാൽ എ പാർട്ട് വരും, ബി പാർട്ട് വരും, സി പാർട്ട് വരും, ഡി പാർട്ട് വരും. അപ്പൊ ഏത് പാർട്ടാണ് വേണ്ടത് എന്ന് മോഡൽ നമ്പറൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം ഏത് പാർട്ടാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ലിനോവന്റെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ട് ആണ് കാണുന്നത്. ഇത് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇതിന്റെ ബാക്ക് സൈഡ് ആണ്. ബാക്ക് സൈഡ് എ പാർട്ട് എന്ന് വിളിക്കും. ഈ ഒരു ഫ്രെയിം കാണുന്ന LCDന്റെ ഈ ഒരു ഭാഗം ഫ്രെയിം, ഈ ചെറിയ പീസായിട്ട് കാണുന്നത് ഈ ഫ്രെയിമിനെ നമ്മൾ ബി പാർട്ട് എന്നാണ് വിളിക്കുക. പിന്നെ ഇതിനെ നമുക്ക് കീബോർഡ് വെക്കുന്നത് സി പാർട്ട്, ഇതിനെ അടിഭാഗത്തിന്റെ ബോട്ടം സൈഡ് അഥവാ ഡി പാർട്ട് എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് LCD ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏതൊക്കെ സൈഡ് ഭാഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ കാണുന്നതിന് നമുക്ക് LCD ആണ് ഇവിടെ ഫിറ്റ് ചെയ്ത് പോവുക. LCD ആണ്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ക്യാമറ കാണുന്നത്. ഇവിടെ ഒരു ഡോട്ട് കാണുന്നുണ്ട്, ഇതാണ് മൈക്ക്. നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട മൈക്കാണ്. ഈ ഒരു പോയിന്റ് ആയിട്ട് ഒരു ചെറിയ ഹോൾസ് കണക്കാറുണ്ടാവും, അത് മൈക്കാണ്. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മളെ ക്യാമറയാണ്, വ്യൂ കാണുന്ന ക്യാമറയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എ പാർട്ട് ഓക്കെ, ബി പാർട്ടിലാണ് ക്യാമറ ഉണ്ടാവുന്ന മനസ്സിലായി. ഇതിലേക്കുള്ള ക്യാമറന്റെ LCDന്റെ കണക്ടർ കൂടിയാണ്, കാരണം ക്യാമറയുടെ കണക്ടർ പോവുക, കേബിളൊക്കെ പോകുന്നത്. അപ്പൊ ക്യാമറ എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് ലാപ്ടോപ്പിന്റെ കണക്ടേഴ്സ് ആണ്. അപ്പൊ കണക്ടേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പോവാം. ഇതൊക്കെ കണക്ടറുകളാണ്. ഇത് കണക്ടറാണ്, ഇത് കണക്ടറാണ്, ഇത് കണക്ടറാണ്, ഇത് കണക്ടറാണ്. അപ്പൊ ഈ കണക്ടർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പൊ അത് കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടുവരുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. എന്നാലും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാവുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഇത് USB-ന്റെ കണക്ടറാണ്. അപ്പൊ ഇത് ബ്ലൂലാണ് കാണുന്നത്. അപ്പൊ USB 3 ആണ് ഇത് കോമൺ ആയിട്ട് വരവ്. കോമൺ USB 3 ആയിട്ട് വരിക. ഇത് ബ്ലാക്കിലാണ് കാണുന്നത്. ബ്ലാക്കിൽ കാണുന്നത് USB 2 ആണ് വരിക. USB 2 ആണ് വരിക. ഇത് നമുക്ക് HDMI പോർട്ടാണ്. HDMI പോർട്ട് നമുക്ക് ടിവിക്ക് ഔട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ മോണിറ്ററിന് നമുക്ക് ഔട്ട് കൊടുക്കാം. ഇത് നമുക്ക് കാണുന്നത് LAN ആണ്. LAN പോർട്ട് എന്നുണ്ടെങ്കിൽ RJ45 എന്നാണ് ഇതിന്റെ കണക്ടറിന്റെ പേര്. RJ45 ആണ്. നമുക്കിത് നെറ്റ്വർക്കിനുമായിട്ട് കണക്ട് ചെയ്യുന്ന പിന്നാണ്, ഈ ഷോക്കറ്റാണ് ഈ കണക്ടറാണ് കാണുന്നത്. പിന്നെ ഇത് കാണുന്നത് എങ്ങനെയാ വെച്ചാൽ VGA ആണ്. VGA എന്നങ്ങനെ നമ്മൾ സാധാരണ നോർമൽ മോണിറ്ററിന് കൊടുക്കുന്നത്. ഇതിന്റെ ഔട്ടാണ്, ഡിസ്പ്ലേന്റെ അഥവാ ലാപ്ടോപ്പിന്റെ ഔട്ട് VGA ആയിട്ട് ഔട്ട്പുട്ട് പോകും. ഇത് 15 പിന്നാണ് ഉള്ളത്. ഫീമെയിൽ ആണ് ഇതിന്റെ കണക്ടർ കാണുന്നത്. ഇത് കാണുന്നത് ഗ്രില്ല് കാണുന്നത് എങ്ങനെയാ, നമ്മുടെ CPU-യുടെ ഗ്രില്ലാണ്. ഹീറ്റ് സിങ്ക് ആണ് ഇതിന്റെ ഈ ഉള്ളിൽ കാണുന്നത്. ഇതിന്റെ അകത്ത് കാണുന്നത് CPU-ന്റെ ഹീറ്റ് സിങ്ക് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വെളിയിൽ കാണുന്നത് ഈ പ്ലാസ്റ്റിക് ഗ്രില്ലാണ്. പിന്നെ ഇത് കാണുന്നത് റിക്കവറി കീ ആണ്. അപ്പൊ ലിനോവക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കീ ആണ് റിക്കവറി കീ. ഈ റിക്കവറി കീ നമ്മൾ വേറെ പേരിൽ അറിയപ്പെടുന്നത് നോവ ബട്ടൺ എന്നാണ് അറിയപ്പെടുക. നോവ ബട്ടൺ എന്നുള്ളത് അറിയപ്പെടും. ഇതിന്റെ എംബ്ലം കാണണമെന്ന് വെച്ചാൽ ഇയർഫോണിന്റെ മാതിരിയുള്ള ചിഹ്നമാണ് ഉണ്ടാവുക. അപ്പൊ അത് കോമൺലി സാധാരണ നോർമലി നമുക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ ഒരു പവർ ബട്ടൺ ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ റിക്കവറി പിന്ന് എന്ന് പറഞ്ഞിട്ട് വേറൊരു
ബട്ടൺസും കൂടെ കാണുന്നുണ്ട്. ഈ ബട്ടൺസ് കോമൺ ആയിട്ട് നമ്മൾ യൂസിങ് കുറവാണ്. സർവീസിന് പോകുന്ന സമയത്ത് നമുക്കിത് നല്ല യൂസ് ആവും. അതേമാതിരി ഈ ഒരു വിൻഡോ വന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ USB പവർ ആണ്. അപ്പോൾ ഇതിൽ കാണുന്നത് 20 വോൾട്ടേജ് ഉണ്ടാവുക. അതിൽ അഡാപ്റ്റർ ആണ്. അപ്പോൾ അഡാപ്റ്ററിന്റെ USB പവർ കണക്ടർ ആണ് പോലെ DC ജാക്കാണ് കണക്ടർ ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ അതിന്റെ സപ്ലൈ കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതിൽ ഈ ഗ്രൗണ്ട് ആണ് കാരണം ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഗ്രൗണ്ട് ആണ് കാരണം ഉണ്ടാവുക. GND എന്ന് എഴുതുന്നുണ്ട്. GND ഗ്രൗണ്ടിന്റെ ഷോർട്ടാണ്. പിന്നെ കാണുന്നത് ഈ ഒരു കണക്ടർ ഇവിടെ തള്ളി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും പ്ലസ് പോയിന്റ് ആണ്ടാൽ 20 വോൾട്ടേജ് ആണ് കാരണം ഉണ്ടാവുക. അഡാപ്റ്ററിലുള്ള പോസിറ്റീവ് സപ്ലൈ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ സെൻട്രൽ ഒരു ഹോൾസ് ആയിട്ട് കാണുന്നുണ്ട്. ഇതാണ് ID എന്നാണ്. അഡാപ്റ്റർ ID ആണ്. ഇതിന്റെ അഡാപ്റ്ററിന്റെ ഇൻഫർമേഷൻ പോണ പിന്നാണ് ID ആണ്. അപ്പൊ ടോട്ടലി നമുക്ക് നോക്കുന്ന സമയത്ത് ഇത് USB, ഇത് പവർ കണക്ടർ ആണ്, അഡാപ്റ്ററിന്റെ കണക്ടർ ആണ്, ഇത് റിക്കവറിന്റെ കീ ആണ്, ഇത് നമ്മളെ ഹീറ്റ് സിങ്കിന്റെ ഗില്ലാണ്, ഇത് VGA പോർട്ടാണ്, ഇത് HDMI നമുക്ക് മോണിറ്ററിന് കൊടുക്കാൻ പറ്റും. മോണിറ്ററിന്റെ ഔട്ടായിട്ട് ഇവിടുന്ന് ഔട്ടായിട്ട് മോണിറ്ററിന് കൊടുക്കാം. മോണിറ്ററിന് ഇന്നായിട്ട് പോകും. ഇത് കാണുന്നത് RJ45 നെറ്റ്വർക്കിന്റെ കേബിൾ കണക്ട് ചെയ്യാനാണ്. ഇത് HDMI ആണ്. നമുക്ക് TVക്ക് ലാപ്ടോപ്പിൽ നിന്ന് ഔട്ട് കൊടുക്കാം, മോണിറ്ററിനും അതേമാതിരി ഔട്ട് കൊടുക്കാം. ഇതിൽ പോകുന്നത് എങ്ങനെ വെച്ചാൽ HDMI എന്നുണ്ടെങ്കിൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഇതിൽ ഓഡിയോയും പോവും വീഡിയോയും രണ്ടും കൂടി ഒരുമിച്ചാണ് കാരണം ഇതിൽ ഔട്ട്പുട്ട് കിട്ടുക. ഇത് USB ആണ്. ഇത് USB 3 ആണ്, USB 2 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഈ പിന്ന് കണ്ടു കഴിഞ്ഞാൽ, പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഇത് ഞാൻ ഈ പറയുന്നത് നോവ ബട്ടൺ എന്ന് പറഞ്ഞു. ഈ നോവ ബട്ടൺ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഈ നോവ ബട്ടന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.